അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടും പിന്നെ സ്ട്രെസ്, സ്ട്രെയിന്, ഹുക്സ് ലോ, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് ഇലാസ്റ്റിസിറ്റി. ഒത്തിരി തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇതിന്റെ ഡെഫിനേഷൻ തന്നെ ചോദിച്ചിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അതൊരു പ്രോപ്പർട്ടിയാണ് അല്ലേ, അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. എന്താ മെറ്റീരിയൽ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത? ഒരു മെറ്റീരിയൽ ഡിഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് വരാൻ കഴിയും. എപ്പം? ലോഡ് റിമൂവ് ചെയ്യുമ്പം. ഓക്കെ, ഒരു മെറ്റീരിയലിനെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് ഡിഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരാൻ കഴിയും. ആ പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയുന്നത്? ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ റബ്ബർ ബാൻഡ് ഇരിക്കുകയാണ്, നമ്മൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞ് തിരിച്ച് അവൻ്റെ ഒറിജിനൽ ഷേപ്പിൽ വരുന്നു. അതുകൊണ്ട് റബ്ബർ ബാൻഡ് എന്താണ്? ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, ഇനി ആ ബോഡി അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഷേപ്പ്, അതായത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് കംപ്ലീറ്റ്ലി റീഗെയിൻ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അവൻ കംപ്ലീറ്റ്ലി അവൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുകയാണെങ്കിൽ അവനെ നമുക്ക് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് പറയാൻ പറ്റും. അവനൊരു പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആണ്. എന്തുകൊണ്ടാ? അവൻ അവൻ്റെ ഒറിജിനൽ ഷേപ്പ് കംപ്ലീറ്റ്ലി റീഗെയിൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഓരോ മെറ്റീരിയലിനും സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കും. ഓക്കെ, എന്ത് ഡയഗ്രാം വരയ്ക്കും? സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കും. ഓക്കെ, അപ്പോൾ ആ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കുമ്പം ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഞാനിപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നൊരു പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തോ സംഭവിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? പെർമനൻ്റ് ആയിട്ട് അവനൊരു ഡീഫോമേഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇലാസ്റ്റിസിറ്റി ഇല്ല. ഓക്കെ, അപ്പം അത് എന്ത് സംഭവിക്കും? ആ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അവനൊരു സർട്ടൻ എക്സ്റ്റൻഷന് അവൻ്റെ ഡയമെൻഷനിൽ ഉണ്ടാവും. ഒറിജിനൽ ഡയമെൻഷനിലോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. അവനൊരു പെർമനൻ്റ് ഡീഫോമേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിസിറ്റി, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്താണ്? ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമനൻ്റ് ഡീഫോമേഷൻ ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് സ്റ്റീല്, അലൂമിനിയം, കോപ്പർ. എപ്പോഴാ? ഒരു സർട്ടൻ ലിമിറ്റ് വരെ. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ സ്റ്റീല്, അലൂമിനിയം, കോപ്പർ ഇങ്ങനെയുള്ള മെറ്റൽസ് ഒക്കെ എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി മനസ്സിലായല്ലോ. അടുത്തതാണ് പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, എന്താണ്? പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? അതിനൊരു ഇൻഇലാസ്റ്റിക് സ്ട്രെയിൻ ഉണ്ട്. ഇൻഇലാസ്റ്റിക് സ്ട്രെയിൻ, ഇലാസ്റ്റിക് അല്ലാതെ എന്താണ്? ഒരു സ്ട്രെയിൻ ഉണ്ട്. അതായത് അവന് ഓൾറെഡി ഒരു സ്ട്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞു. ഇപ്പം എനിക്കൊരു 1 മീറ്ററുള്ള മെറ്റീരിയലാണ്, ഞാൻ അതിനെ ഡിഫോം ചെയ്തു, അവൻ്റെ ലെങ്ത് 1.1 മീറ്റർ ആയി. അപ്പോൾ ഒരു 0.1 മീറ്റർ എന്താണ്? അവനൊരു ഇൻഇലാസ്റ്റിക് സ്ട്രെയിൻ ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഇൻഇലാസ്റ്റിക് സ്ട്രെയിൻ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് അണ്ടർഗോസ് ഇൻഇലാസ്റ്റിക് സ്ട്രെയിൻ. അവൻ ഇൻഇലാസ്റ്റിക് സ്ട്രെയിൻ ആയി. ഓക്കെ, ആ ഇലാസ്റ്റിക് സ്ട്രെയിൻ കഴിഞ്ഞിട്ട് ഇൻഇലാസ്റ്റിക് സ്ട്രെയിൻ അവന് ഉണ്ടായി. അങ്ങനെയുള്ള മെറ്റീരിയലിനാണ് നമ്മൾ പറയുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന്. ഓക്കെ, അപ്പോൾ ഈ പ്ലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി നമുക്ക് പ്രസ്സിങ്, ഫോർജിങ് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രസ്സിങ്, ഫോർജിങ് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ സെയിം സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ ഓപ്പറേഷൻ ഓഫ് പ്രസ്സിങ് ആൻഡ് ഫോർജിങ് എന്ന് ചോദിക്കും. ഓക്കെ, എന്ത് പ്രോപ്പർട്ടിയാണ്? അടിച്ചു പരത്താനൊക്കെ നമുക്ക് സഹായിക്കുന്ന എന്ത് പ്രോപ്പർട്ടിയാ? പ്ലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് ലാർജ് ഡീഫോമേഷൻ ഉണ്ടാവുക ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുന്ന ഡക്റ്റൈൽ മെറ്റീരിയൽ, വലിച്ചു നീട്ടാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഡക്റ്റൈൽ മെറ്റീരിയൽ. അപ്പം ഒരു ലാർജ് ഡീഫോമേഷൻ ഡക്റ്റൈൽ മെറ്റീരിയൽസിന് ഉണ്ടാകുന്നത് അത് പ്ലാസ്റ്റിക് റീജിയനിലായിരിക്കുമ്പോഴാണ്. ഓക്കെ, അതായത് ഇലാസ്റ്റിക് കഴിഞ്ഞു, പിന്നെ അവൻ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൻ ഡക്റ്റൈൽ ആവുന്ന അവൻ ഏത് റീജിയനിലായിരിക്കുമ്പോഴാണ്? പ്ലാസ്റ്റിക് റീജിയനിലായിരിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ലാർജ് ഡീഫോമേഷന് അതിനെന്താ പറയുന്നത്? പ്ലാസ്റ്റിക് ഫ്ലോ എന്നാണ് പറയുന്നത്.
ഓക്കെ, എന്താണ് പറയുന്നത്? പ്ലാസ്റ്റിക് ഫ്ലോ എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇനി അടുത്തതാണ് പ്രൂഫ് റെസിലിയൻസ്. ഓക്കെ, എന്താണ് പ്രൂഫ് റെസിലിയൻസ്? പ്രൂഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി വെൻ സബ്ജക്റ്റഡ് ടു ഗ്രേറ്റസ്റ്റ് ലോഡ് വിത്തൗട്ട് ബീയിങ് ഡിസ്മാൻഡിൽഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രൂഫ് റെസിലിയൻസിനെ പറ്റിയിട്ട് അതിൻ്റെ എക്സ്പ്രഷനൊക്കെ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരും പഠിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ മാത്രമേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ടേം വന്നിട്ട് എന്താണ് ഇതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുക ഒരു ബോഡിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബോഡിയെ സ്ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഓക്കെ, നമ്മളൊരു ബോഡിയെ സ്ട്രെയിൻ ചെയ്യിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചാൽ മതി, നിങ്ങൾ റബ്ബർ ബാൻഡ് വലിച്ചിട്ടിട്ട് ഒരു സൈഡ് വിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിൽ വന്ന് തട്ടുമ്പോൾ നിങ്ങൾക്കൊരു വേദന എടുക്കത്തില്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ സ്ട്രെയിൻ ചെയ്യുന്ന എനർജി അവനിൽ സ്റ്റോർ ആകുന്നുണ്ട്. നിങ്ങളത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ആ എനർജി നിങ്ങളുടെ കയ്യിലേക്ക് എന്ത് വരുന്നുണ്ട്? ഇമ്പാക്റ്റ് പോലെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെയിൻ എടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റോർ ചെയ്യുന്ന ടോട്ടൽ സ്ട്രെയിൻ എനർജിക്കാണ് നമ്മൾ പറയുന്നത് പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൂഫ് റെസിലിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിച്ചോണം. ദ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി വെൻ സബ്ജക്റ്റഡ് ടു ഗ്രേറ്റസ്റ്റ് ലോഡാണ്. ഓക്കെ, അതായത് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോഡ് അതിൽ അപ്ലൈ ചെയ്തു, പക്ഷേ വിത്തൗട്ട് ബീയിങ് പെർമനൻ്റ്ലി ഡിസ്റ്റോർട്ടഡ്, അവൻ എന്ത് ഉണ്ടായിട്ടില്ല? ഡിസ്റ്റോർഷൻ ഉണ്ടായിട്ടില്ല. അതായത് അവൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റിലാണ്. ഓക്കെ, ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഇലാസ്റ്റിക് ലിമിറ്റിൽ അതിൽ മാക്സിമം ലോഡ് അപ്ലൈ ചെയ്യുമ്പം ഒരു ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിക്ക് എന്താണ് പറയുന്നത്? പ്രൂഫ് റെസിലിയൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനിഷൻ തന്നിട്ട് പ്രൂഫ് റെസിലിയൻസ് എഴുതാൻ വരും. ഓക്കെ, ഇനി അടുത്തതാണ് ഡക്റ്റിലിറ്റി. നമ്മൾ മുമ്പേ പറഞ്ഞ ഡക്റ്റൈലാണ്, വലിച്ചു നീട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രോപ്പർട്ടി? ഡക്റ്റൈൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താ? അത് എന്തിനാ? മെറ്റീരിയലിനെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനലി വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കാൻ പറ്റും. അവൻ്റെ ഏരിയ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഇവനെ വലിച്ചു നീട്ടാൻ പറ്റുന്നത്? ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴല്ലേ. അപ്പം ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ, ദ പ്രോപ്പർട്ടി വിച്ച് പെർമിറ്റ്സ് എ മെറ്റീരിയൽ ടു ബി ഡ്രോൺ ഔട്ട് ലോഞ്ചിറ്റ്യൂഡിനലി ടു എ റെഡ്യൂസ്ഡ് സെക്ഷൻ അണ്ടർ ദ ആക്ഷൻ ഓഫ് ടെൻസൈൽ ഫോഴ്സ്. ഒരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമുക്കൊരു മെറ്റീരിയലിനെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ ആ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ ഡക്റ്റൈൽ നേച്ചർ അല്ലെങ്കിൽ ഡക്റ്റൈൽ മെറ്റീരിയൽ, ഡക്റ്റൈൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡക്റ്റിലിറ്റി വേണമെങ്കിൽ അവൻ എന്ത് വേണം? ഹൈ ഡിഗ്രി ഓഫ് പ്ലാസ്റ്റിസിറ്റി വേണം അല്ലേ. അതായത് ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക് റേഞ്ച് കൂടുതൽ വേണം, കുറച്ച് നേരം വലിഞ്ഞു നിൽക്കാൻ പറ്റണം. അപ്പോൾ അവന് ഹൈ ഡിഗ്രി ഓഫ് പ്ലാസ്റ്റിസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെങ്തും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ വലിച്ചു നീട്ടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഈ ഡക്റ്റൈൽ മെറ്റീരിയലിന് പ്ലാസ്റ്റിസിറ്റി കൂടുതലാണ്. അപ്പോൾ അവൻ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ലോ ഡിഗ്രി ആയിരിക്കും അല്ലേ. അവന് ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും, ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു, ഈൽഡിങ് ഉണ്ടായി. ഓക്കെ, ഇനി ഈ ഒരു മെറ്റീരിയൽ, ഈ ഡക്റ്റൈൽ നേച്ചറാണ് വയർ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വയർ പോലെ, ഈ സ്റ്റീലിൻ്റെ വയർ പോലത്തെ വയറുകളൊക്കെ കിട്ടത്തില്ലേ. അപ്പോൾ ആ വയർ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഡക്റ്റിലിറ്റി എന്ന് പറയണം. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാണ് ഫോർ എ ഡക്റ്റൈൽ മെറ്റീരിയൽ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ ഡക്റ്റൈൽ മെറ്റീരിയൽ ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആർ പ്രാക്ടിക്കലി സെയിം ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലി സെയിം അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഡിഫറെൻറ്റ്, അതായത് ഇപ്പം എന്താ, അല്ലെങ്കിൽ നോട്ട് ഓൾ ദ എബോ അല്ലെ നോട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കിപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉണ്ടാവുമല്ലോ, ട്രൂ സ്ട്രെസ്സും സ്ട്രെയിനും വെച്ചിട്ട് വരയ്ക്കുന്ന കർവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും ആ കർവ് സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് ഇൻ ഡെപ്ത് ഒന്നും ഒത്തിരി പഠിക്കണ്ട, എങ്കിലും നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന ഈ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ടെൻഷൻ ആണെങ്കിലും കംപ്രഷൻ ആണെങ്കിലും സെയിം ആയിരിക്കും എന്നൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ്. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ക് ഓഫ് ഡക്റ്റിലിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഡക്റ്റൈൽ അല്ല, ആ മെറ്റീരിയൽ ഡക്റ്റൈൽ അല്ല. ഡക്റ്റൈൽ അല്ലെങ്കിൽ പറഞ്ഞാൽ എന്താ? അതിനെ നമുക്ക് വലിച്ചു നീട്ടി ടെൻഷൻ അപ്ലൈ ചെയ്ത് സ്മോൾ സെക്ഷൻ ആക്കാൻ പറ്റൂല. ഓക്കെ, അപ്പം ഈ ഒരു ബ്രിട്ടിൽ നേച്ചർ എങ്ങനെയാ സംഭവിക്കുക? നമുക്ക് ഒരു ലോഡ് അപ്ലൈ ചെയ്യുക, ലോഡ് അപ്ലൈ ചെയ്ത് ഒരു പ്രത്യേകിച്ച് ഒരു സിഗ്നിഫിക്കൻറ്റ് ഡീഫോർമേഷൻ ഒന്നും കാണുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്യും? ഫെയിലിയർ ആവും.
ഓക്കെ, അപ്പം ഐഡിയൽ ആയിട്ട് നമുക്ക് ബ്രിട്ടിൽനെസ് കാണാൻ പറ്റുന്ന മെറ്റീരിയൽ എന്താ? ഓർഡിനറി ഗ്ലാസ്. അതുപോലെ തന്നെ കാസ്റ്റ് അയൺ, കോൺക്രീറ്റ്, സെറാമിക് മെറ്റീരിയൽസ് ഇതൊക്കെ ബ്രിട്ടില. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് പൊട്ടിപ്പോവും അല്ലേ? അതായത് ഒരു ലോഡ് വരുമ്പം തന്നെ ഒരു ഡീഫോർമേഷൻ ഉണ്ടാവാതെ തന്നെ പൊട്ടിപ്പോവും. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് എന്ത്? ബ്രിട്ടിൽ നേച്ചർ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ബ്രിട്ടിൽനെസ് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് മാലിയബിലിറ്റി. അപ്പൊ മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാലിയബിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊരു പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ആണ്. അത് എന്ത് പെർമിറ്റ് ചെയ്യും? മെറ്റീരിയൽ ടു ബി എക്സ്റ്റെൻഡഡ് ഇൻ ഓൾ ഡയറക്ഷൻ വിത്തൗട്ട് റപ്ചർ. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു ക്യൂബ് ഉണ്ട്, അപ്പോൾ അവൻ മാലിയബിൾ ആണെങ്കിൽ ഞാൻ അവൻ എന്ത് ചെയ്യും? അവൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവൻ എല്ലാ ഡയറക്ഷനിലും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്കൊരു ഷീറ്റ് പോലെ അവനെ പരത്തിയെടുക്കാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത്? മാലിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാലിയബിൾ ആവണമെങ്കിലും ഇവന് ഹൈ ഡിഗ്രി ഓഫ് പ്ലാസ്റ്റിസിറ്റി വേണം, പക്ഷെ ഗ്രേറ്റ് സ്ട്രെങ്ത് വേണം എന്നില്ല. ഓക്കെ, അപ്പൊ ഹൈ ഡിഗ്രി ഓഫ് പ്ലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ എല്ലാ ഡയറക്ഷനിലും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ആ പ്രോപ്പർട്ടിക്കാണ് എന്ത് പറയുന്നത്? മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ടഫ്നെസ്. ഓക്കെ, ടഫ്നെസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ ടഫ്നെസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ ടഫ്നെസ് എന്ന് പറയുന്നത് എന്താ? ഈ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ആണ്. ഈ പ്രോപ്പർട്ടി എന്തിന് എനേബിൾ ചെയ്യും? അബ്സോർബ് എനർജി അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിത്തൗട്ട് ഫ്രാക്ചർ ഉണ്ടാവാതെ എനർജി അബ്സോർബ് ചെയ്യാൻ ഈ പ്രോപ്പർട്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ടഫ്നെസ്സിനെ പറ്റി പറയുമ്പോൾ വരുന്ന ഒരു ടേമാണ് മോഡുലസ് ഓഫ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് ടഫ്നെസ് എന്ന് പറയുമ്പോഴത്തേനും ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ഷെയ്ഡഡ് ഏരിയ ആയിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മുടെ മൈൽഡ് സ്റ്റീലിന്റെ ആണെങ്കിൽ നമ്മുടെ സ്ട്രെസ് വരയ്ക്കുന്നു, സ്ട്രെയിൻ വരയ്ക്കുന്നു. അപ്പോൾ ഇതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുമ്പോൾ ഒരു ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് ഒരു ഈൽഡ് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഈൽഡിങ് റീജിയൻ കഴിഞ്ഞ് ഒരു സ്ട്രെയിൻ ഹാർഡനിങ് ഇങ്ങനെ ഒരു കർവ് വരുന്നത്. ഓക്കെ, അപ്പം ഈ മോഡുലസ് ഓഫ് ടഫ്നെസ് എന്ന് പറയുമ്പം ഈ ഏരിയ ആണ്, ഈ ഷെയ്ഡഡ് ഏരിയയ്ക്കാണ് എന്ത് പറയുന്നത്? മോഡുലസ് ഓഫ് ടഫ്നെസ് എന്ന് പറയുന്നത്. അതാ മോഡുലസ് ഓഫ് ടഫ്നെസ് UT എന്ന് പറയുന്നത് ഷെയ്ഡഡ് ഏരിയ. അതായത് ഈ എനർജി, അതായത് ഈ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ്സിന്റെ ഒരു പോയിന്റ് ഉണ്ട്, സിഗ്മ U. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു ഈൽഡ് സ്ട്രെസ്സിന്റെ പോയിന്റ് ഉണ്ട്, സിഗ്മ Y. ഓക്കെ, അപ്പൊ ഈ സിഗ്മ U പ്ലസ് സിഗ്മ Y/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവന്റെ ഏകദേശം ഒരു ഹാഫ് വരും അല്ലേ? അപ്പൊ അതേ ഇൻറ്റു എപ്സിലോൺ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെയിലിയർ വരുന്ന പോയിന്റിന്റെ സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? മോഡുലസ് ഓഫ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സിഗ്മ ആവറേജ് ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? സിഗ്മ U പ്ലസ് സിഗ്മ Y/2 എന്ന് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ടഫ്നെസ് എന്ന് പറയുന്നത് ഏതൊക്കെ മെറ്റീരിയൽസിലാണ് ഡിസൈറബിൾ ആയിട്ടുള്ളത്? സൈക്ലിക് അല്ലെങ്കിൽ ഷോക്ക് ലോഡിങ് വരുന്ന മെറ്റീരിയൽ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. എന്തുകൊണ്ടാ? ഷോക്ക് ഒക്കെ വരുമ്പോൾ നന്നായിട്ട് എനർജി അബ്സോർബ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ടഫ്നെസ് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ഇറ്റ് റെപ്രസെന്റ്സ് ദ ഏരിയ ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് അപ് ടു ഫ്രാക്ചർ. ഇതാണ് ഫ്രാക്ചർ പോയിന്റ്. ആ ഫ്രാക്ചർ പോയിന്റ് വരെയുള്ള ഏരിയ ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവിനെയാണ് ടഫ്നെസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു കോമൺ കമ്പാരിറ്റീവ് ടെസ്റ്റ് ഓഫ് ടഫ്നെസ് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് ബെൻഡ് ടെസ്റ്റ്. ഓക്കെ, ഇപ്പൊ ഒരു കോമൺ കമ്പാരിറ്റീവ് ടെസ്റ്റ് ഓഫ് ടഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻഡ് ടെസ്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എങ്കിലും ഞാൻ പറഞ്ഞു ടഫ്നെസ് പറഞ്ഞതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ്. ഓക്കെ, ഹാർഡ്നെസ് നമ്മൾ അഗ്രിഗേറ്റ്സിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഇൻഡന്റേഷൻ ഓർ സർഫസ് അബ്രാഷൻ. അതായത് ഒരു ഇൻഡന്റേഷൻ അല്ലെങ്കിൽ ഒരു സർഫസ് അബ്രാഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ എബിലിറ്റിനെ നമ്മൾ റോക്ക്വെൽ ഹാർഡ്നെസ്, ബ്രിനൽ ഹാർഡ്നെസ് ടെസ്റ്റ് ഒക്കെ ലാബിൽ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു ഡയമണ്ട് ഇൻഡന്റ് വെച്ചിട്ട് ഒരു മെറ്റീരിയലിൽ നമ്മൾ ഒരു ചെറിയൊരു കുത്തിടും അല്ലേ? അപ്പൊ ആ ഒരു മെറ്റീരിയൽ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ, ആ ഒരു ഇൻഡന്റേഷൻ ഇടുമ്പോൾ ആ മെറ്റീരിയൽ എത്ര റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സർഫസ് അബ്രാഷനോട് ഒരു മെറ്റീരിയൽ എത്ര റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്, അതിനാണ് എന്ത് പറയുന്നത്? ഹാർഡ്നെസ് ടെസ്റ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഹാർഡ്നെസ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ബ്രിനൽ ഹാർഡ്നെസ് ടെസ്റ്റും റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റും ആണ്. ഓക്കെ, അപ്പം ബ്രിനൽ ഹാർഡ്നെസ് നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലോഡ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ബോളിന്റെ ഡയമീറ്റർ പൈ ഡി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്യാപിറ്റൽ ഡി ഡയമീറ്റർ ഓഫ് സ്റ്റീൽ ബോൾ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഡി സ്ക്വയർ സ്റ്റീൽ ബോളിന്റെ ഡയമീറ്റർ ഇൻ mm സ്ക്വയർ മൈനസ് ഡയമീറ്റർ ഓഫ് ഇൻഡന്റിന്റെ ഡയമീറ്റർ ഇൻ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് ബ്രിനൽ ഹാർഡ്നെസ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല, ഹാർഡ്നെസ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് ഫറ്റീഗ്. ഫറ്റീഗ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. ഫറ്റീഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ക്ഷീണിക്കുന്ന പോലെ ഇല്ലേ, അതുപോലെ തന്നെ. അപ്പോൾ എന്താ, ഒരു സൈക്ലിക് അല്ലെങ്കിൽ റിവേഴ്സ് സൈക്ലിക് ലോഡിങ്. സൈക്ലിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, റെപ്പറ്റേറ്റീവ് നേച്ചറുള്ള ലോഡിംഗ് ആണ് സൈക്ലിക് ലോഡിംഗ്. അതിന്റെ തന്നെ റിവേഴ്സ് ആയിട്ട് വരുന്ന ലോഡിയാണ് റിവേഴ്സ് സൈക്ലിക് ലോഡിംഗ്. ഓക്കെ, അങ്ങനെ ഒരു സൈക്ലിക് അല്ലെങ്കിൽ റിവേഴ്സ് സൈക്ലിക് ലോഡിംഗ് വരുമ്പം ഫ്രാക്ചർ ഫെയിലിയർ ഉണ്ടാവും. ഓക്കെ, ഫ്രാക്ചർ ഫെയിലിയർ ഉണ്ടാവും. എപ്പോഴാണ് ഫ്രാക്ചർ ഫെയിലിയർ ഉണ്ടാകുന്നത്? നമ്മുടെ ടോട്ടൽ അക്യുമുലേറ്റഡ് സ്ട്രെയിൻ എനർജി, നമ്മൾ സ്ട്രെയിൻ എനർജിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു റിവേഴ്സ് സൈക്ലിക് ലോഡിംഗ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജി ടഫ്നെസ്സിനെക്കാട്ടിലും കൂടുമ്പം, ഓക്കെ, ടഫ്നെസ്സിനെക്കാട്ടിലും അവൻ്റെ സ്ട്രെയിൻ എനർജി കൂടുമ്പം എന്തുണ്ടാകും? ഫ്രാക്ചർ ഫെയിലിയർ ഉണ്ടാകും. ഓക്കെ, അപ്പം ഈ ഫറ്റീഗ് ഉണ്ടാക്കുന്ന ഒരു ഫെയിലിയർ എന്ന് പറയും ഫറ്റീഗ് കോസസ് റഫ് ഫ്രാക്ചർ സർഫസ് ഇവൻ ഇൻ ഡക്റ്റൈൽ മെറ്റീരിയൽ. അപ്പോൾ ഈ ഒരു ഇതുപോലെ റഫ് ഫ്രാക്ചർ സർഫസ് ആയിരിക്കും ഫറ്റീഗ് ഡക്റ്റൈൽ മെറ്റീരിയൽസിൽ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഫറ്റീഗിനെ പറ്റിയിട്ട് വന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫെയിലിയർ ഓഫ് കമ്പോണന്റ് ഓഫ് എ സ്ട്രക്ചർ ഡ്യൂ ടു സെവറൽ സൈക്ലിക്സ് ഓഫ് റിപ്പീറ്റഡ് ലോഡ്സ്, അങ്ങനെയാണ് വന്നത്. എന്താണ് ഫെയിലിയർ ഓഫ്, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയർ ഓഫ് component of a structure, ഒരു കമ്പോണന്റിന് ഫെയിലിയർ ഉണ്ടായി. ഓക്കെ, ഡ്യൂ ടു സെവറൽ സൈക്കിൾസ് ഓഫ് റിപ്പീറ്റഡ് ലോഡ്സ്, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ഡെഫിനിഷൻ പഠിക്കുക, അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് സ്ട്രെങ്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾക്ക് ഒരു പ്രോപ്പർട്ടി, നമ്മുടെ മെറ്റീരിയൽ ഒരു പ്രോപ്പർട്ടിയാണിത്. ഓക്കെ, ഇപ്പൊ ഈ പ്രോപ്പർട്ടി എന്ത് എനേബിൾ ചെയ്യും? എനേബിൾസ് ദ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഫ്രാക്ചർ അണ്ടർ ലോഡ്. നമ്മൾ ലോഡ് കൊണ്ട് കൊടുക്കുമ്പോഴത്തേനും ഫ്രാക്ചർ ഉണ്ടാവാതെ റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്ന ആ ഒരു പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയുന്നത്? സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രെങ്ത് എന്ന പ്രോപ്പർട്ടിയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി. എന്ത് വ്യൂ പോയിന്റിൽ ഡിസൈൻ ചെയ്യുമ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലോഡ് റിക്വയർഡ്, ഇപ്പോൾ ഫ്രാക്ചർ ഉണ്ടാവുന്നു, ആ ഫ്രാക്ചർ ഉണ്ടാകാൻ വേണ്ട ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ടെസ്റ്റസിസ്മിനാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം കാണുമ്പോൾ അത് പഠിക്കും. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ്, ആ ലോഡ് എന്തുണ്ടാക്കും? ഫ്രാക്ചർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ ഫ്രാക്ചർ ലോഡ് എന്ന് വേണേൽ പറയാം. ഫ്രാക്ചർ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ, നമ്മുടെ ടെസ്റ്റ് സ്പെസിമെന്റ് ഏരിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫ്രാക്ചർ ഉണ്ടായി പിന്നെ അവനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് അവന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രീപ്പ് നമ്മൾ ക്രീപ്പ് പഠിച്ച റെയിൽവേയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ക്രീപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനന്റ് റീഫോർമേഷൻ ആണ്. അതായത് ടൈമിനനുസരിച്ചിട്ട് ഒരു സസ്റ്റെയിൻഡ് ലോഡിങ് വരുമ്പോൾ ഉണ്ടാകുന്ന പെർമനന്റ് ഡീഫോർമേഷൻ ആണ് നമുക്ക് എന്ത് പറയുന്നത്? ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു തവണ ഒന്ന് ക്വസ്റ്റ്യൻ ആണ്, പെർമനന്റ് ഡീഫോർമേഷൻ വിച്ച് ഈസ് റെക്കോർഡഡ് വിത്ത് പാസേജ് ഓഫ് ടൈം അറ്റ് കോൺസ്റ്റന്റ് ലോഡിങ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ക്രീപ്പാണ്. അപ്പോൾ ഈ ക്രീപ്പിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ഡീഫോർമേഷൻ ആയിരിക്കും? പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ആയിരിക്കും. അത് പെർമനന്റ് ആയിരിക്കും, നമുക്ക് നോൺ റിക്കവറബിൾ ആയിരിക്കും. അതായത് തിരിച്ചവൻ അവൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് വരാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ഹോമലോഗസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിന്റെ പ്രത്യേകത എന്താ? ഹോമലോഗസ് ടെമ്പറേച്ചർ ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ക്രീപ്പ് ഈസ് അൺകൺട്രോളബിൾ. അതായത് സ്ട്രെയിൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക, ക്രീപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആ ടെമ്പറേച്ചറിനാണ് എന്ത് പറയുന്നത്? ഹോമലോഗസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് റെസിലിയൻസ്.
നമ്മൾ പ്രൂഫ് റെസിലിയൻസിന്റെ കാര്യം പറഞ്ഞല്ലേ. അപ്പൊ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി വിച്ച് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ഗിവൺ വോളിയൂം ഓഫ് മെറ്റൽ ആൻഡ് ക്യാൻ ബി റിലീസ്ഡ് ആഫ്റ്റർ അൺലോഡിങ്. അപ്പൊ നമുക്കൊരു മെറ്റലില് ഒരു ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് അൺലോഡിങ്ങിൽ റിലീസ് ചെയ്യാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത്? റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ റെസിലിയൻസ് നമ്മൾ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ലോഡ് ഡിഫ്ലക്ഷൻ കർവ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പം MOS പഠിക്കുമ്പോൾ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കുമ്പോൾ ഈ റെസിലിയൻസ് ഒക്കെ നമുക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പം നമുക്ക് ജസ്റ്റ് അതിന്റെ ഡെഫിനേഷൻ മാത്രം പഠിച്ചാൽ മതി ഈ ചാപ്റ്ററിൽ. അപ്പം ഈ ഒരു റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ലോഡ് ഡിഫ്ലക്ഷൻ കർവ്. ഓക്കെ, നമ്മൾ ലോഡിനനുസരിച്ചിട്ട് ഡിഫ്ലക്ഷൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ആ ഒരു ലോഡ് ഡിഫ്ലക്ഷൻ കർവിന്റെ ഏരിയയ്ക്കായിരിക്കും, അതായത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ നമ്മളത് വരയ്ക്കത്തുള്ളൂ. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഉള്ള ലോഡ് ഡിഫ്ലക്ഷൻ കർവിന്റെ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? റെസിലിയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി വിച്ച് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ഗിവൺ വോളിയൂം ഓഫ് മെറ്റൽ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഒരു m³ മെറ്റലിന് എത്ര സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും, അതിനാണ് എന്ത് പറയുന്നത്? റെസിലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. ഓക്കെ, അതായത് മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയം എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വന്നത് ഇങ്ങനെ, ദ വർക്ക് ഡൺ ഓൺ എ യൂണിറ്റ് വോളിയം ഓഫ് മെറ്റീരിയൽ. എന്താണ് വർക്ക് ഡൺ ഓൺ എ യൂണിറ്റ് വോളിയം ഓഫ് മെറ്റീരിയൽ? Okay, unit volume of material as simple tensile force is gradually increased from 0 to such a value that proportional limit of material is reached. അപ്പോൾ എന്താ നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം, പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെ ഒരു മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യാൻ, ഒരു യൂണിറ്റ് വോളിയം ഉള്ള മെറ്റീരിയലിനെ സ്ട്രെച്ച് ചെയ്യാൻ എത്ര എനർജി വേണം, അല്ലെങ്കിൽ എത്ര വർക്ക് ചെയ്യണം, അതിനാണ് എന്ത് പറയുന്നത്? മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേംസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർകണക്റ്റഡ് ആണ്, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 2-3 ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്. നമ്മൾ ഹോമോജീനിയസ് മെറ്റീരിയൽ, ഐസോട്രോപിക് മെറ്റീരിയൽ, ഇലാസ്റ്റിക് മെറ്റീരിയൽ, അങ്ങനെ 2-3 ടൈപ്പ് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഈ ഹോമോജീനിയസ് അല്ലെങ്കിൽ സെയിം ജീൻസ് ത്രൂ ഔട്ട് എന്നായി ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ സെയിം ജീൻസ് ത്രൂ ഔട്ട്, സെയിം ജീനാ. അപ്പോൾ അതിനെന്താ ഒരു പ്രത്യേകത? മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആർ സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. നമ്മളിപ്പോൾ ഏതൊക്കെ പോയിന്റ്സ് എടുത്ത് നോക്കിയാലും അതിന്റെ ഒരേ സെയിം ആയിട്ടുള്ള ഡയറക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പം ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എടുക്കുന്നെങ്കിൽ അവിടെ എല്ലാം മെറ്റീരിയൽ പ്രോപ്പർട്ടി EX തന്നെയായിരിക്കും. ഇപ്പം നമ്മൾ Y ഡയറക്ഷൻ എടുക്കുന്നെങ്കിൽ എല്ലാ പോയിന്റിലും Y ഡയറക്ഷനിലെ മെറ്റീരിയൽ പ്രോപ്പർട്ടി എന്തായിരിക്കും? EY തന്നെയായിരിക്കും. അങ്ങനെയുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ ഹോമോജീനിയസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? നോൺ ഹോമോജീനിയസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള മെറ്റീരിയൽസിന് എന്താ പ്രത്യേകത? അതിന്റെ എല്ലാ പോയിന്റിലും എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരേ ഡയറക്ഷനിൽ നോക്കിയാലും മെറ്റീരിയൽ പ്രോപ്പർട്ടി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെന്റ് അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഈസ് കോൾഡ് നോൺ ഹോമോജീനിയസ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത നമ്മൾ പറയുന്നതാണ് ഐസോട്രോപിക് മെറ്റീരിയൽ. അതായത് ഈ ഐസോട്രോപിക് മെറ്റീരിയലിന് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് സെയിം ഇൻ എവറി ഡയറക്ഷൻ. അതായത് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെ എല്ലാ ഡയറക്ഷനിലും, ഇപ്പം നമ്മൾ വരയ്ക്കാത്ത ഈ ഡയറക്ഷനിൽ കൂടെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് പറയുക? ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറയുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? അനൈസോട്രോപിക്. അനൈസോട്രോപിക് എന്ന് പറയുന്നത് എന്താ? മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെന്റ് ഇൻ എവറി ഡയറക്ഷൻ അറ്റ് എ പോയിന്റ്. അപ്പോൾ ഒരു പോയിന്റ് ഞാൻ എടുത്ത് നോക്കുകയാണ്, ആ പോയിന്റിലെ എല്ലാ ഡയറക്ഷനിലും മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത്? അനൈസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അടുത്താണ് ഓർത്തോട്രോപിക് മെറ്റീരിയൽ. അടുത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഓർത്തോട്രോപിക് മെറ്റീരിയൽ. അപ്പോൾ ഓർത്തോട്രോപിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. ഓർത്തോഗണൽ എന്ന് ഓർത്താൽ മതി. അതായത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓർത്തോട്രോപിക് മെറ്റീരിയൽസ് എന്ന് പറയുക. അപ്പൊ ഐസോട്രോപ്പി, അനൈസോട്രോപ്പി, ഓർത്തോട്രോപ്പി, ഹോമോജീനിയസ്, നോൺ ഹോമോജീനിയസ്, 5 മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് മെയിൻ വരുന്നത്. അത് 5 നമ്മൾ പഠിച്ചു. ഇനി അടുത്തതാണ് സ്ട്രെസ്.
ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞ് സ്ട്രെസ് സ്ട്രെയിൻ എന്നുള്ള പോർഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ സ്ട്രെസ് നിങ്ങളെല്ലാവരും ഒത്തിരി കേട്ടിട്ടുള്ള സ്ട്രെസ് അല്ലേ. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ബോഡി എഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ ലോഡ്. നമ്മുടെ ഒരു ബോഡിയിൽ ഒരു എക്സ്റ്റേണൽ ലോഡ് വരിക, ഓക്കെ, ഒരു എക്സ്റ്റേണൽ ലോഡ് വരുമ്പം എൻ്റെ ബോഡിയുടെ ക്രോസ് സെക്ഷനിൽ എന്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിനാണ് എന്ത് പറയുന്നത്? സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ തന്നെ 3-4 തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയ കേട്ടോ. ഓക്കെ, ഇനി അതിനെ നമുക്ക് ഇന്റേണൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് എ ഗിവൺ പോയിന്റ് ഓൺ എ പ്ലെയിൻ എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പൊ സ്ട്രെസ്സിനെ നമ്മൾ സിഗ്മ ഒക്കെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതെന്താണ്? ഇറ്റ് ഈസ് ദ ഇന്റേണൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത്? സ്ട്രെസ്. അപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ അല്ലേ. SI യൂണിറ്റ് ന്യൂട്ടൺ. ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ അതിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നും പറയാം. ഓക്കെ, സ്ട്രെസ്സിന്റെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ വേറെ യൂണിറ്റിൽ കേട്ടിട്ടുണ്ട്. ഇവിടെ എന്തിന്റെ യൂണിറ്റ്? ആ പ്രഷറിന്റെ യൂണിറ്റ് അല്ലേ. ആ പ്രഷറിന്റെ യൂണിറ്റ് ആയ പാസ്കലിൽ നമുക്ക് സ്ട്രെസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതാണ് നമ്മൾ നോമിനൽ സ്ട്രെസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോമിനൽ സ്ട്രെസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ലോഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ. നമ്മളിപ്പം ലാബിലൊക്കെ സ്ട്രെസ് സ്ട്രെയിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒറിജിനൽ ഏരിയ ഇതായിരുന്നു അല്ലേ. ഇനി അവന് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അവന് എന്തായി? അവന്റെ ഏരിയ കുറഞ്ഞു വരും. അപ്പൊ ഈ ലോഡ് ഡിവൈഡഡ് ബൈ ഈ ഒറിജിനൽ ഏരിയക്കാണ് നമ്മൾ നോമിനൽ സ്ട്രെസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആക്ച്വൽ സ്ട്രെസ് അല്ലെങ്കിൽ ട്രൂ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ലോഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച്ഡ് ഏരിയ. അതിൻ്റെ ഏരിയ കുറയത്തില്ലേ, ആ ചേഞ്ച്ഡ് ഏരിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രൂ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പാസ്കലാന്ന് പറഞ്ഞു. ചിലപ്പം നമുക്ക് നമ്മുടെ യൂണിറ്റ് mm-ലായിരിക്കും തരുന്നത്. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പൊ ആ mm സ്ക്വയറിനെ നമുക്ക് ഒരു mm എന്ന് പറയുന്നത് 10⁻³ മീറ്റേഴ്സ് അല്ലേ. അപ്പൊ അവനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 10⁻³ ദ ഹോൾ സ്ക്വയർ mm സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അത് എത്ര വരും? ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 10⁻⁻6 mm സ്ക്വയർ എന്ന് വരും. ഈ -6 മേളിൽ പോയി എന്ത് വരും? 10⁻6 ന്യൂട്ടൺ പെർ mm സ്ക്വയർ അല്ല മീറ്റർ സ്ക്വയർ. 10⁻6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. അതിനെ 10⁻6 എത്ര? മെഗാ അല്ലേ. അങ്ങനെ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ പാസ്കൽ എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ന്യൂട്ടൺ 10⁻6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മെഗാ പാസ്കലിനെ നമുക്ക് ന്യൂട്ടൺ പെർ mm സ്ക്വയറിനെ എഴുതാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മൾ ടൈപ്സ് ഓഫ് സ്ട്രെസ് പഠിക്കുന്നത്. ആദ്യത്താണ് ഡയറക്റ്റ് സ്ട്രെസ്. ഡയറക്റ്റ് സ്ട്രെസ്സിനല്ല സിമ്പിൾ സ്ട്രെസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഡയറക്റ്റ് സ്ട്രെസ് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഡയറക്റ്റ് സ്ട്രെസ് ആർ ഡെവലപ്പ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സ് ഡയറക്ട്ലി ആക്ടിങ് ഓൺ ദ പ്ലെയിൻ. അപ്പം നമുക്കൊരു പ്ലെയിൻ ഉണ്ട്, അതിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഡയറക്ട്ലി ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്തായിരിക്കും? ഡയറക്റ്റ് സ്ട്രെസ് ആവും. അപ്പം ഡയറക്റ്റ് സ്ട്രെസ് തന്നെ ഡയറക്റ്റ് ആക്സിയൽ ടെൻസൈൽ സ്ട്രെസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഈ ടെൻസൈൽ ഫോഴ്സ് ആക്സിയലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ആക്സിയൽ ടെൻസൈൽ സ്ട്രെസ്സും, ഡയറക്റ്റ് ആക്സിയൽ കംപ്രസീവ് സ്ട്രെസ് നമ്മൾ ഈ സ്ട്രെസ് കംപ്രസീവ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആക്സിയൽ കംപ്രസീവ് സ്ട്രെസ്സും ഉണ്ടാവും. ഫോഴ്സ് കംപ്രസീവ് ആണെങ്കിൽ ആക്സിയൽ കംപ്രസീവ് സ്ട്രെസ്സും, ഫോഴ്സ് ടെൻസൈൽ ആണെങ്കിൽ ആക്സിയൽ ടെൻസൈൽ സ്ട്രെസ്സും ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് വിച്ച് ദ ബോഡി ഓഫേഴ്സ് ടു മീറ്റ് വിത്ത് ദ ലോഡ് ഓർ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് കോൾഡ്. ഓക്കെ, അപ്പൊ എന്താ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡെവലപ്ഡിന് എന്താ നമ്മൾ പറഞ്ഞ സ്ട്രെസ് എന്നാ പറയുന്നത് അല്ലേ. അപ്പൊ അതിനാണ് സ്ട്രെസ്സിന്റെ ഡെഫിനിഷൻ ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ. അതെ, ഇനി അടുത്തത് എ സെക്ഷൻ ഈസ് സബ്ജക്റ്റഡ് ടു പുഷസ് ആക്ടിങ് നോർമലി അക്രോസ് ദ സെക്ഷൻ. പുഷ് പറഞ്ഞേക്കുന്നത്, പുഷ് ആക്ടിങ് നോർമലി അക്രോസ് ദ സെക്ഷൻ. ഒരു സെക്ഷന് നോർമലായിട്ട് പുഷ് ആക്ട് ചെയ്യുന്നു. ദ സ്ട്രെസ് സെറ്റപ്പ് ഈസ് നോൺ ആസ് എന്താ? ആക്സിയൽ കംപ്രസീവ് സ്ട്രെസ്. പുഷ് ആയതുകൊണ്ട് അതൊരു കംപ്രസീവ് സ്ട്രെസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണ് ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി അടുത്തതാണ് ഇൻഡയറക്റ്റ് സ്ട്രെസ്. നമ്മളിപ്പം ഡയറക്റ്റ് സ്ട്രെസ് പഠിച്ചല്ലേ. ഇൻഡയറക്റ്റ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് മൊമെന്റ് കാരണമാണ്. എന്ത് കാരണം? മൊമെന്റ് കാരണം. എപ്പോഴാണ് മൊമെന്റ് ഉണ്ടാകുന്നത്? ഒരു സെക്ഷൻ നമ്മൾ എടുക്കുമ്പം ഫോഴ്സ് ഒരു ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ മൊമെന്റ് ഉണ്ടാകും അല്ലേ. എന്തുണ്ടാകും? മൊമെന്റ് ഉണ്ടാകും. മൊമെന്റ് തന്നെ ക്ലോക്ക് വൈസും ഉണ്ട്, കൗണ്ടർ ക്ലോക്ക് വൈസും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സിന്റെ ഒക്കെ പഠിക്കുമ്പോൾ നമ്മളത് ക്ലിയർ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഇൻഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടല്ല, മൊമെന്റ് കാരണം ഉണ്ടാകുന്നതാണ് ഇൻഡയറക്റ്റ് സ്ട്രെസ്. അപ്പം വെൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് നോട്ട് പാസിംഗ് ത്രൂ സെൻട്രോയിഡ് ഓഫ് ദ പ്ലെയിൻ. അപ്പം നമ്മുടെ പ്ലെയിനിന്റെ സെൻട്രോയിഡിൽ കൂടെ അല്ല എക്സ്റ്റേണൽ ഫോഴ്സ് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്? ഇൻഡയറക്റ്റ് സ്ട്രെസ്സസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
അടുത്തതാണ് നോർമൽ സ്ട്രെസ്. നോർമൽ സ്ട്രെസ് സിഗ്മ. നോർമൽ സ്ട്രെസ് സിഗ്മ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഓക്കെ, ഇന്റേണൽ ഫോഴ്സസ് ആർ ആക്ടിങ് നോർമൽ ടു ദ പ്ലെയിൻ. അപ്പൊ എനിക്കൊരു പ്ലെയിൻ ഉണ്ട്, അതിന് നോർമൽ ആയിട്ടാണ് എൻ്റെ ഇന്റേണൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? നോർമൽ സ്ട്രെസ് ഉണ്ടാകുന്നത്. ഇനി അടുത്തതാണ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മുടെ പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോഴുണ്ടാകുന്നതാണ് എന്ത്? ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇന്റേണൽ ഫോഴ്സ് ഒരു ആംഗിളിലാണ് നമ്മുടെ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നതെങ്കിലോ, ഇപ്പം നമ്മൾ നോർമലി ഷിയറും കണ്ടു, ഇതിനിടയിൽ ഒരു ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു സെക്ഷനിൽ എന്തുണ്ടാകും? നോർമൽ സ്ട്രെസ്സും ഉണ്ടാകും, ഷിയർ സ്ട്രെസ്സും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഏത് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്? നോർമൽ സ്ട്രെസ്സസ് ആൻഡ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്, അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ബെൻഡിങ് സ്ട്രെസ്. ടൈപ്പ് ഓഫ് സ്ട്രെസ്സിൽ വരുന്നതാണ് ബെൻഡിങ് സ്ട്രെസ്. ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഇക്വേഷനും ബെൻഡിങ് ഇക്വേഷനും അതിന്റെ പ്രോബ്ലം ഒക്കെ നമുക്ക് MOC ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം ഇവിടെ ജസ്റ്റ് ബെൻഡിങ് സ്ട്രെസ് എന്താണെന്ന് മാത്രം നമുക്ക് പറയുന്നുള്ളൂ. നമ്മുടെ ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. M/I = F/Y = E/R ആണ്. ഇതിൽ ഈ F എന്ന് പറയുന്ന, അല്ലെങ്കിൽ Fനെ സിഗ്മ എന്ന് റെപ്രസെന്റ് ചെയ്യും, അത് സിഗ്മ എന്ന് പറയുന്നതാണ് എന്ത്? ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് Fനെ എങ്ങനെ എഴുതാൻ പറ്റും? My/I എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്, അതായത് ഒരു മെറ്റീരിയലിനെ നമ്മൾ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ കമ്പ് പിടിച്ച് രണ്ട് സൈഡിലും വളയ്ക്കുന്ന പോലെ, അപ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ആണ് എന്ത്? ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെൻഡിങ് സ്ട്രെസ് Newton/m² കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? മൊമെന്റ്, അതായത് ഈ ഒരു മെറ്റീരിയലിന്റെ ന്യൂട്രൽ ആക്സിസിൽ വരുന്ന മൊമെന്റ് ന്യൂട്ടൺ മീറ്ററിലും പിന്നെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ന്യൂട്രൽ ആക്സിസ് ഇൻ മീറ്റർ, അതായത് നമ്മുടെ ന്യൂട്രൽ ആക്സിസിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മീറ്ററിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ന്യൂട്രൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബെൻഡിങ് സ്ട്രെസ് കിട്ടുന്നത്. ഓക്കെ, ഈ ബെൻഡിങ് സ്ട്രെസ്സിന്റെ അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടേം വരുന്നുണ്ട് EI എന്ന് പറഞ്ഞിട്ട്, നമ്മൾ M/I = E/R എന്ന് വരും അല്ലേ? അപ്പം M എന്ത് വരും? EI /R എന്നൊക്കെ വരും അല്ലേ? അപ്പോൾ EI എന്നൊരു ടേം ഇവിടെ വരുന്നില്ലേ? ആ EI എന്നുള്ള ടേം ആണ് എന്ത്? ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ EI എന്താണ്? അപ്പം അല്ലെങ്കിൽ അങ്ങനെ ഫ്ലെക്ചർ റിജിഡിറ്റി EI എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലെക്ചർ റിജിഡിറ്റി ആണോ, ആക്സിയൽ റിജിഡിറ്റി ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ EI എന്ന് പറയുന്നതാണ് എന്ത്? ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടോർഷണൽ സ്ട്രെസ്. ടോർഷൻ്റെ ഈ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ലാബിൽ? ടോർഷണൽ ഇക്വേഷൻ ആണ് T/J = G⁵L = τ/R. അപ്പോൾ നമ്മളൊരു ടോർക്ക് അപ്ലൈ ചെയ്യുമ്പം ഈ മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ആണ് എന്ത്? ടോർഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോർഷൻ ഈ ബെൻഡിങ് ഇക്വേഷൻ ഉള്ള പോലെ തന്നെ ടോർഷണൽ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ടോർഷൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ഞാൻ സ്ട്രെസ് പറയുമ്പോൾ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് GJ, ടോർഷണൽ റിജിഡിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ GJ എന്ന് പറയുന്നതാണ് എന്ത്? ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം GJ എന്തായിട്ട് വരും? T⁵ ആയിട്ട് വരും. ഓക്കെ, അതാണ് എന്ത്? ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്ട്രെയിൻ. ഓക്കെ, സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ചേഞ്ച് ഇൻ സൈസ്. ഒരു കാര്യത്തിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ സൈസിനെയാണ് നമ്മൾ സ്ട്രെയിൻ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. സ്ട്രെയിൻ തന്നെ നോർമൽ സ്ട്രെയിനും ഉണ്ട്, ഷിയർ സ്ട്രെയിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നോർമൽ സ്ട്രെയിനിനെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ലാറ്ററൽ സ്ട്രെയിൻ, വോളിമെട്രിക് സ്ട്രെയിൻ അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോർമൽ സ്ട്രെയിൻ നോക്കാം. നോർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോർമലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിനുണ്ടാകുന്ന ചേഞ്ച്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ പെർ യൂണിറ്റ് ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ അത് ΔL / L ആണെന്ന് വരും. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ നമ്മൾ എപ്സിലോൺ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ΔL / L എന്ന് വരും. ഓക്കെ, ഇനി സ്ട്രെയിൻ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ട്രെയിൻ റോസെറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് സ്ട്രെയിൻ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണ വന്ന ക്വസ്റ്റ്യൻ ആണ്, ദ കമ്പോണന്റ് ഓഫ് സ്ട്രെയിൻ ടെൻസർ അറ്റ് എ പോയിന്റ് ഇൻ ദ പ്ലെയിൻ സ്ട്രെയിൻ കേസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ മെഷറിംഗ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അലോങ് എനി ഡാഷ് ആർബിട്രറി ഡയറക്ഷൻസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഈ കമ്പോണന്റ് ഓഫ് സ്ട്രെയിൻ ടെൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ സ്ട്രെയിൻ കേസിൽ നമ്മൾ 3 ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ, 3 ആർബിട്രറി ഡയറക്ഷനിലുള്ള സ്ട്രെയിനാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഒരു നോട്ട് പോലെ എഴുതി വെച്ചോ. ദ കമ്പോണന്റ് ഓഫ് സ്ട്രെയിൻ ടെൻസർ at a point in a plane strain
in the plane strain case, can be obtained by measuring longitudinal strain along any three arbitrary directions. ഓക്കെ, അതാണ് ഒരു ക്വസ്റ്റ്യൻ, ഒരു തവണ വന്ന ക്വസ്റ്റ്യന്. അപ്പോൾ ആ 3 എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. പ്ലെയിൻ സ്ട്രെയിൻ കേസ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പോലെ തന്നെ നമ്മളൊരു മെറ്റീരിയൽ ലോഞ്ചിറ്റ്യൂഡിനലി സ്ട്രെയിൻ കൊടുക്കുമ്പോൾ ഇവന് ലെങ്തിന് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇവന് അല്ലെങ്കിൽ അവൻ്റെ ഡയമീറ്ററിന് ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ലേ. ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ അവൻ്റെ വിഡ്ത്തിനും തിക്നെസ്സും റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ ഒരു സർക്കുലർ സെക്ഷൻ ആണ്, അതിൻ്റെ ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്ട്രെയിനാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിലായതുകൊണ്ട് അത് ഡെൽറ്റ ഡി ബൈ ഡി ആയിരിക്കും. ഒരു സർക്കുലർ സെക്ഷൻ ആയതുകൊണ്ട് ഡെൽറ്റ ഡി ബൈ ഡി. അതൊരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ സെക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും, ഡെൽറ്റ തിക്നെസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ തിക്നെസ് ആകാം, അല്ലെങ്കിൽ ഡെൽറ്റ ബി വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വിഡ്ത്ത് ആവാം. ഓക്കെ, ഇനി ഇവൻ ഉണ്ടാകുന്ന വോളിമെട്രിക് സ്ട്രെയിനാണ് നമ്മൾ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. അപ്പോൾ ഈ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം എന്ന് പറയുന്നത് സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ പ്ലസ് സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ പ്ലസ് സ്ട്രെയിൻ ഇൻ ഇസഡ് ഡയറക്ഷൻ ആണ്. ഇതിൻ്റെയൊക്കെ പ്രൂഫ് ഉണ്ട്. അപ്പം നിങ്ങളിത് ജസ്റ്റ് പഠിച്ചാൽ മതി. പ്രൂഫൊക്കെ നമുക്ക് MOS പഠിക്കുമ്പോഴത്തേനും വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, നമുക്കിപ്പം കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രൂഫിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ചേഞ്ച് ഇൻ ഷേപ്പ് മെഷർ ചെയ്യുന്നതിനാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ആംഗിൾ ബിറ്റ്വീൻ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ്. അപ്പം നമുക്ക് ഉണ്ടാകുന്ന ആ ചേഞ്ച് ഇൻ ആംഗിൾ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഷിയർ സ്ട്രെയിൻ ഗാമ ഇക്വേഷൻ എന്തായിരിക്കും എന്ന് പറയുന്നത്, ഈ ചേഞ്ച് ഇൻ ഡിസ്റ്റോർഷൻ ഇല്ലേ, ആ ഒരു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഈ ഒരു ലെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആകുമ്പം ബി ബി ഡാഷ് ഡിവൈഡഡ് ബൈ എ ബി ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് വോളിമെട്രിക് സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്റ്റാൻഡേർഡ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ മൈൽഡ് സ്റ്റീൽ ബാർ അണ്ടർ ടെൻഷൻ. ഓക്കെ, അതായത് നമ്മുടെ മൈൽഡ് സ്റ്റീൽ ബാറിൻ്റെ ടെൻഷനിലുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മൈൽഡ് സ്റ്റീൽ ബാറിനെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മളൊരു 5.65 ഇൻറ്റു റൂട്ട് എ എന്ന് പറഞ്ഞിട്ട് ഒരു ഗേജ് ലെങ്ത് ഒരു മൈൽഡ് സ്റ്റീൽ ബാർ എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ അതിൽ ടെൻഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇവന് ഒരു പോർഷൻ വന്നിട്ട് ഇങ്ങനെ നെക്ക് ചെയ്തിട്ട് വന്ന് ഇവൻ ഫെയിൽ ചെയ്യും അല്ലേ, ഒരു റീജിയൻ ഓഫ് നെക്കിങ്ങിൻ്റെ ഒരു ഫ്രാക്ചർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പ്ലോട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് പോർഷൻ OA എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ അല്ലേ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ ആണ് നമ്മൾ പറയുന്നത് എന്ത്, പ്രൊപ്പോർഷണൽ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, OAക്കാണ് എന്ത് പറയുന്നത്, പ്രൊപ്പോർഷണൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു A വരെയുള്ള A എന്ന് പറയുന്ന പോയിന്റിന് അവിടം വരെ ആയിരിക്കും എന്ത്, പ്രൊപ്പോർഷണാലിറ്റി ഉള്ളത്. അതായത് സ്ട്രെയിന് പ്രൊപ്പോർഷണൽ ആകുന്നത് A വരെ ആയിരിക്കും. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്താണ്, ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ സ്ട്രെസ് അറ്റ് വിച്ച് സ്ട്രെസ് സ്ട്രെയിൻ കർവ് സീസസ് ടു ബി സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഇത് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞൊരു സ്ട്രെസ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്തല്ല, ലീനിയർ അല്ല, അല്ലെ സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ നമ്മൾ ഹൂക്സ് ലോ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട് അല്ലേ, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, അല്ലെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു സ്ട്രെയിൻ. ഓക്കെ, ഇതാണ് ഹൂക്സ് ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ഹൂക്സ് ലോ വാലിഡ് ആവുന്നത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെ ഈ ഹൂക്സ് ലോ വാലിഡ് ആവുകയുള്ളൂ.
ഓക്കെ, അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. ഹൂക്സ് ലോ ഈസ് വാലിഡ് അപ് ടു എന്ന് ചോദിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്നൊക്കെയാണ് പഠിച്ചത്. പക്ഷേ ഹൂക്സ് ലോ വാലിഡ് അപ് ടു എന്ന് PSC ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റും തന്നെ എഴുതണം. ഈ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിന് തൊട്ടടുത്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് അത് വന്നാലും നമ്മൾ എന്താണ് ഹൂക്സ് ലോ ഈസ് വാലിഡ് അപ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതണം? പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റും തന്നെ ആയിരിക്കണം നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്തതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇതിൽ ഇലാസ്റ്റിക് ലിമിറ്റ് മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഈ എക്ക് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് വരിക. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ പോയിന്റ് ഓൺ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അപ് ടു വിച്ച് മെറ്റീരിയൽ റിമെയിൻ ഇലാസ്റ്റിക്. മെറ്റീരിയൽ ആ പോയിന്റ് വരെ ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു ഡീഫോർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ മെറ്റീരിയൽ എന്തായിരിക്കും? ഇലാസ്റ്റിക് ആയിരിക്കും. അതുവരെ അവന് നോ പെർമനന്റ് ഡിഫോർമേഷൻ ആണ്. ആക്സിയൽ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കത്തില്ല? പെർമനന്റ് ഡിഫോർമേഷനേ ഇല്ല. അപ്പോൾ ആ എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്, എക്ക് തൊട്ടടുത്ത് വരുന്ന എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് വരെ ആയിരിക്കും എന്ത്? ഇലാസ്റ്റിക് റീജിയൻ ആയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് അപ്പർ yield പോയിന്റ്, ലോവർ yield പോയിന്റ്. നമ്മൾ സാധാരണ സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കുമ്പം ഒരു ഇങ്ങനെ ഒരു വരയ്ക്കും അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? അപ്പർ yield പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത്? ലോവർ yield പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും വരച്ച് പഠിച്ചത്. എനിക്ക് അങ്ങനെ ഒരു ഫിഗർ ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഫിഗർ വെച്ചിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു സെക്ഷനിൽ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കുമ്പം അപ്പർ yield പോയിന്റും ലോവർ yield പോയിന്റും കാണും. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഈ അപ്പർ yield പോയിന്റ്, ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ അപ്പർ yield പോയിന്റ് വരുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഹോട്ട് വർക്കിംഗ് എന്ന് പറയും. ഓക്കെ, ഹോട്ട് വർക്കിംഗ് നിങ്ങൾ സ്റ്റീലിന്റെ ഡിസൈൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹോട്ട് വർക്കിംഗ്, കോൾഡ് ഫോമിംഗ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഈ ഹോട്ട് വർക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അപ്പർ yield പോയിന്റ് സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഹോട്ട് വർക്കിംഗ് എന്നുള്ളത് ഓർത്തിരിക്കുക. എന്നിട്ട് ഓർത്താൽ മതി അപ്പർ yield പോയിന്റ് ഇൻ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇൻ എ സ്ട്രക്ചറൽ സ്റ്റീൽ ക്യാൻ ബി അവോയ്ഡഡ് ബൈ ഹോട്ട് വർക്കിംഗ്. ആ പോയിന്റ് ഓർത്തിരുന്നാൽ മതിയേ. ഓക്കെ, ഇനി നമ്മുടെ ഈ എ ഡാഷ് നമ്മളൊരു പോയിന്റ് പറഞ്ഞില്ലേ, ആ എ ഡാഷ് ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇലാസ്റ്റോ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇലാസ്റ്റോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്? ആ ഇലാസ്റ്റിക് റീജിയൻ കഴിഞ്ഞ് ബിയിൽ yielding ആകുമ്പോഴത്തേനും എന്ത് സ്റ്റാർട്ട് ചെയ്തു? പ്ലാസ്റ്റിക് ആവാൻ തുടങ്ങി അല്ലേ? അതുകൊണ്ടാണ് അവനെ ഇലാസ്റ്റോ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബി സി എന്നുള്ള പോർഷൻ നോക്കി. ബി സി എന്നുള്ള പോർഷനിൽ എന്താണ്? അവൻ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ആണ് അല്ലേ? അതായത് yielding മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ അത് എന്ത് റീജിയൻ ആണ്? അത് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് റീജിയൻ ആണ്. ഇനി അടുത്ത റീജിയൻ ആണ് സി ഡി എന്ന് പറയുന്ന ഒരു സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ ആണ്. ഓക്കെ, അടുത്താണ് DE എന്ന് പറഞ്ഞാൽ എന്താ? നെക്കിംഗ് സംഭവിക്കും. നമ്മളിങ്ങനെ കാണിച്ചില്ലേ, നെക്കിംഗ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ സി എന്നുള്ള പോയിന്റിലാണ് സ്ട്രെയിൻ ഹാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇ എന്നുള്ള പോയിന്റിലായിരിക്കും മെറ്റീരിയൽ ഫ്രാക്ചർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്നതായിരിക്കും അവൻ്റെ അൾട്ടിമേറ്റ് പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരച്ചിരിക്കുന്നത് നമ്മൾ ആക്ച്വൽ ഏരിയ, അതായത് നമ്മുടെ ഇനീഷ്യൽ ഏരിയ, അതായത് ഒറിജിനൽ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ഓക്കെ, ഒറിജിനൽ ഏരിയ നമ്മൾ ആദ്യം മെഷർ ചെയ്യുമ്പോൾ എത്ര ഏരിയ ഉണ്ടോ ആ ഏരിയ വെച്ചിട്ട് ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ കാണിക്കുന്നുണ്ടോ? ഇതാണ് ആക്ച്വൽ ഏരിയ, അല്ലെങ്കിൽ ആ നെക്കിംഗ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ച്വൽ ഏരിയ അല്ലെങ്കിൽ ആ നെക്ക് പോർഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആണ് ഇത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് ഒറിജിനൽ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ്ങിനെ പറ്റി പറഞ്ഞല്ലേ, സി ഡി തൊട്ട് സ്ട്രെയിൻ ഹാർഡനിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിക്കുമ്പോഴത്തേന് മെറ്റീരിയൽ എന്തൊക്കെ സംഭവിക്കും? മെറ്റീരിയലിന് ഒരു ചേഞ്ച് സംഭവിക്കും. അറ്റോമിക് ലെവലിൽ അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന്, ആ മെറ്റീരിയലിന് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ അറ്റോമിക് ലെവലിൽ തന്നെ അതിന് ചേഞ്ച് ഉണ്ടാകും. ആ ചേഞ്ച് ഉണ്ടാകുന്ന കാരണം തന്നെ അതിനൊരു ഇൻക്രീസ്ഡ് റെസിസ്റ്റൻസ് ഉണ്ടാകും. ഇനി ഡീഫോർമേഷനെതിരെ ഒരു ഇൻക്രീസ്ഡ് റെസിസ്റ്റൻസ് ഉണ്ടാകും. ഒത്തിരി ഡീഫോം ചെയ്ത് പോകണ്ട, ഞാൻ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഡീഫോർമേഷൻ കൂടുന്നത് കാരണമാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ്സിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ്സിലോട്ട് എത്തുമ്പം അതിനകത്ത് റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ട്, സ്ട്രെസ് കൂടുന്നത് കൊണ്ട് തന്നെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഒരു തവണ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ സ്ട്രെയിൻ ഹാർഡനിങ്ങിനെ പറ്റിയിട്ട് ഈ 3 പോയിന്റ്സും വന്നിട്ടുണ്ട്. ഓക്കെ, ഓൾ ഓഫ് ദി എബവ് വരുന്ന ആൻസർ, ഇത് കഴിഞ്ഞിട്ട് അടുത്തുള്ള ഓൾ ഓഫ് ദി എബവ് വരുന്നതായിരുന്നു അന്ന് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്ന പ്ലാസ്റ്റിക് റേഞ്ചിനെ പറ്റിയിട്ട്. പ്ലാസ്റ്റിക് റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താ? ദ റീജിയൻ ഓഫ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് പോയിന്റ് ഓഫ് റപ്ചർ. അപ്പോൾ ഈ ഇലാസ്റ്റിക് ലിമിറ്റ് തൊട്ടിട്ട്, ഞാനിവിടെ ഇലാസ്റ്റിക് ലിമിറ്റ് കാണിച്ചില്ലേ, അത് തൊട്ടിട്ട് പോയിന്റ് ഓഫ് റപ്ചർ വരെയുള്ള ആ റീജിയൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്റ്റിക് റേഞ്ച് എന്ന് പറയുന്നത്. ആ റീജിയനിലാണ് എന്ത് സംഭവിക്കുന്നത്? ഡീഫോർമേഷൻ ഫുള്ള് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് yield പോയിന്റ്.
ഓക്കെ, അപ്പോൾ ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു പോയിന്റ് ദിസ് പോയിന്റ് ഈസ് ജസ്റ്റ് ബിയോണ്ട് ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന ബി എന്ന് പറയുന്ന പോയിന്റാണ് ഈൽഡ് പോയിന്റ്. അറ്റ് വിച്ച് ദ സ്പെസിമെൻ അണ്ടർഗോസ് ആൻ ആപ്ലിക്കബിൾ ഇൻക്രീസ് ഇൻ ലെങ്ത്. അവിടെ തൊട്ട് ഇൻക്രീസ് ഇൻ ലെങ്ത് ഉണ്ടായി, പക്ഷെ ഫർദർ ഇൻക്രീസ് ഇൻ ലോഡ് ഉണ്ടോ, ഇല്ല. ആ പോയിന്റാണ് ഈൽഡ് പോയിന്റ് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഈൽഡ് പോയിന്റിൽ ഉണ്ടാകുന്ന ലോഡ്, ഓക്കെ, റേഷ്യോ ഓഫ് ലോഡ് അറ്റ് ഈൽഡ് പോയിന്റ്. ഓക്കെ, ലോഡ് അറ്റ് ഈൽഡ് പോയിന്റ് ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ് പറയുന്നത്, ഈൽഡ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈൽഡ് സ്ട്രെസ് FY എന്ന് പറഞ്ഞ് പഠിക്കുന്നില്ലേ, FY 250, FY 415, FY 500, ഇങ്ങനെ നമ്മൾ 3 ടൈപ്പ് സ്റ്റീലില്ലേ, മൈൽഡ് സ്റ്റീല്, TMD, HYSD, അങ്ങനെ നമ്മൾ സ്റ്റീലിൽ പഠിക്കുന്നില്ലേ. അപ്പം നമ്മൾ അതിനെ ഈൽഡ് സ്ട്രെസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം എന്താണ് ഈൽഡ് സ്ട്രെസ്, ഈൽഡ് പോയിന്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് റപ്ചർ സ്ട്രെങ്ത്. റപ്ചർ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താ, ഫ്രാക്ചർ ഉണ്ടാവുക, അപ്പോഴത്തെ സ്ട്രെസ്സിനാണ് റപ്ചർ സ്ട്രെങ്ത് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ഫെയിലിയർ പോയിന്റ് ഇ, കേട്ടോ, ഇവിടെ ഈ ആണ് ഫെയിലിയർ പോയിന്റ് ഇ ഓഫ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അപ്പം നമ്മുടെ ഫെയിലിയർ പോയിന്റിന് ഉള്ള ആ സ്ട്രെസ്, ആ ഫെയിലിയർ ഉണ്ടാകുമ്പോഴുള്ള സ്ട്രെസ്സിനാണ് റപ്ചർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് സ്ട്രെസ് പറഞ്ഞല്ലേ. നമ്മൾ നോമിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്ട്രെസ് കാണുമ്പോൾ ഇനീഷ്യൽ ഏരിയ ഓഫ് ദ സ്പെസിമെൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് കൺസിഡർ ചെയ്യുമ്പോഴുള്ള സ്ട്രെസ്സിനാണ് എന്ത് പറയുന്നത്, നോമിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനിയും ട്രൂ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താ, ആക്ച്വൽ ഏരിയ ഓഫ് സ്പെസിമെൻ ആണ്. ഓക്കെ, അതായത് ഫെയിലിയർ സംഭവിക്കുമ്പോൾ ഉള്ള ആക്ച്വൽ ഏരിയ ഓഫ് സ്പെസിമെൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് ആ റെഡ്യൂസ്ഡ് ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതാണ് എന്ത്, ട്രൂ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും വന്നിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് മൈൽഡ് സ്റ്റീൽ. നമ്മുടെ മൈൽഡ് സ്റ്റീലിന്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി മോർ ദാൻ, അല്ലെ ഇറ്റ് ഈസ് മോർ കമ്പയർഡ് ടു അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ആ മോർ എന്നുള്ളതായിരുന്നു നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മോർ, ലെസ് അങ്ങനെയൊക്കെ വന്നിട്ട് ഓപ്ഷനിൽ വരാം. അപ്പോൾ മൈൽഡ് സ്റ്റീലിന്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവന്റെ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് അബ്രാസീവ് ആക്ഷൻ. അബ്രാഷൻ റെസിസ്റ്റൻസിന് എന്താ പറയുന്നത്, ആ ഓപ്ഷനിൽ വിയർ റെസിസ്റ്റൻസ് എന്നായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ അതും ശ്രദ്ധിക്കുക, വിയർ റെസിസ്റ്റൻസ് എന്നാണ് ഓപ്ഷൻ എങ്കിൽ അത് എഴുതണം. ഇനി അടുത്തൊരു സാധനമാണ് പ്രൂഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്താണ് പ്രൂഫ് സ്ട്രെസ്? അപ്പം പ്രൂഫ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താ, ദ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു കോസ് എ പെർമനന്റ് എക്സ്റ്റൻഷൻ ഈക്വൽ ടു ഡിഫൈൻ പെർസെൻറ്റേജ് ഓഫ് ഗേജ് ലെങ്ത്. അതായത് നമ്മുടെ ഗേജ് ലെങ്തിന്റെ ഒരു ഡിഫൈൻ പെർസെൻറ്റേജ്, ഒരു പ്രത്യേകിച്ച് നമ്മൾ ഒരു പെർസെൻറ്റേജ് നമ്മൾ ഡിഫൈൻ ചെയ്യും, അത്രയും എക്സ്റ്റൻഷൻ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൂഫ് സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, അപ്പം ചില ഡക്റ്റൈൽ മെറ്റീരിയൽസ്, സർട്ടൻ ഡക്റ്റൈൽ മെറ്റീരിയൽസ് അണ്ടർ ടെൻഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും എന്താ, നമുക്കൊരു ഒരു പ്രിസൈസ് ഈൽഡ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു പ്രിസൈസ് ഈൽഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള മെറ്റീരിയൽസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രൂഫ് സ്ട്രെസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ പ്രൂഫ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, നമ്മൾ ഈ ലീനിയർ റീജിയൻ ഇല്ലേ, ആ ലീനിയർ റീജിയന് പാരലായിട്ട് ഒരു 0.2 സ്ട്രെയിൻ, അതായത് 0.2% സ്ട്രെയിൻ വാല്യൂ, സ്ട്രെയിനിന് ഒരു 0.2% എടുക്കും. 0.2% എത്ര, 0.002 എന്ന് വരും. ഓക്കെ, അത്രയും മാറിയിട്ട് നമ്മളൊരു പാരലൽ ലൈൻ വരയ്ക്കും. ആ പാരലൽ ലൈൻ ഇവിടെ ഈ കർവിനെ മീറ്റ് ചെയ്തിട്ട് നമുക്കൊരു പോയിന്റ് കിട്ടും. ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനാണ് എന്ത് പറയുന്നത്, പ്രൂഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൂഫ് സ്ട്രെസ് എന്നുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്, നമുക്കൊരു ഈൽഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത മെറ്റീരിയൽസിൽ നമ്മൾ ഈ 0.002 മാറിയിട്ട് ഓഫ്സെറ്റ് മാറിയിട്ട് ലൈൻ വരച്ചിട്ട് പ്രൂഫ് സ്ട്രെസ് കണ്ടുപിടിക്കും. അതാണ് ഈൽഡ് സ്ട്രെസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ചോദിക്കുക എന്തായിരിക്കും, ഈ 0.02% അല്ലെങ്കിൽ 0.002 എന്നുള്ള വാല്യൂ ആയിരിക്കും. ഈ 0 ഒക്കെ മാറ്റി തരും. അപ്പോൾ ഒന്നി നിങ്ങൾ 0.2% എന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ 0.002 എന്നുള്ള ഓർത്തിരിക്കുക. അതായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഇനി അടുത്തത് ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെങ്കിൽ, ഓക്കെ, ബ്രിട്ടിൽ മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു അല്ലേ, കാസ്റ്റേൺ, ഗ്ലാസ്, ഇതൊക്കെ ബ്രിട്ടിൽ അല്ലേ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ, പ്രത്യേകിച്ച് ഒരു ഡീഫോർമേഷൻ ഉണ്ടാകാതെ പെട്ടെന്ന് ഫെയിലിയർ ആവും അല്ലേ. അപ്പം മെറ്റീരിയൽ ഫെയിൽസ് ഇൻ ടെൻഷൻ അറ്റ് റിലേറ്റീവ്ലി ലോ സ്ട്രെയിൻസ് ആർ ക്ലാസിഫൈഡ് ആസ് ബ്രിട്ടിൽ അല്ലേ. പെട്ടെന്ന് ലോ സ്ട്രെയിനിൽ തന്നെ ബ്രിട്ടിൽ ആയിപ്പോവും, സഡൻ ഫെയിലിയർ ആയിരിക്കും. ഓക്കെ, അപ്പം ഒരു ലിറ്റിൽ ഇലോങ്ങേഷൻ ആയിരിക്കും, പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇലോങ്ങേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവൻ എന്ത് ചെയ്തു പോകും, ഫെയിലിയർ ആയി പോകും. ഓക്കെ, ഒരു സിഗ്നിഫിക്കൻ്റ് പ്ലാസ്റ്റിസിറ്റിയോ ഡക്റ്റിലിറ്റിയോ ഒന്നും അവൻ കാണിക്കത്തില്ല, നെക്കിങ്ങോ ഒന്നും കാണിക്കത്തില്ല. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റും കാസ്റ്റൈനും സെറാമിക്കും ഒക്കെ നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. അടുത്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം പറഞ്ഞില്ലേ, ആ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിന്റെ സ്ലോപ്പ്, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ് എന്ത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി
OA ആ ലൈനിന്റെ സ്ലോപ്പിനാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷനാലിറ്റി വിച്ച് ഡിഫൈൻഡ് ആസ് ദ ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ് ദാറ്റ് കോസസ് എ യൂണിറ്റ് സ്ട്രെയിൻ. അതായത് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. അപ്പം നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റീൽ എത്ര? 2 × 10⁵ Nm² ആണ്. ഈ വാല്യൂ ഓർത്തിരിക്കണം. ചിലപ്പോൾ ക്വസ്റ്റിന് തരും, ചിലപ്പോൾ തരാതെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് യങ്സ് മോഡുലസ് എന്നും നമ്മൾ പേര് പറയാറുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പ്ലാസ്റ്റിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്, പ്ലാസ്റ്റിക് റേഞ്ചിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് റേഞ്ചിൽ ഉണ്ടാകുന്ന സ്ട്രെയിനേക്കാളും 10 to 15 ടൈംസ് കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഫ്രാക്ചർ സമയത്തുണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് ആ മെറ്റീരിയലിലുള്ള പെർസെൻറ്റേജ് കാർബൺ അനുസരിച്ചിട്ടിരിക്കും. അപ്പം സ്റ്റീലിൽ നമുക്കറിയാം കാർബൺ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോഴത്തേനും അയണിൽ കാർബൺ ആഡ് ചെയ്ത് സ്റ്റീൽ ഉണ്ടാക്കുമ്പോൾ ആ കാർബൺ കണ്ടന്റിനനുസരിച്ചിട്ട് അവൻ്റെ ഫ്രാക്ചർ സ്ട്രെയിൻ മാറും. ഓക്കെ, അപ്പം കാർബൺ കണ്ടന്റ് കൂടുവാണെങ്കിൽ അവൻ ബ്രിട്ടിലാവുക ചെയ്യുന്നത്. ഓക്കെ, ബ്രിട്ടിലാവുമ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് പൊട്ടിപ്പോവും. ഓക്കെ, ഫ്രാക്ചർ സ്ട്രെയിൻ കുറഞ്ഞ സ്ട്രെയിനിൽ തന്നെ അവൻ എന്ത് ചെയ്യും? പൊട്ടിപ്പോവും. പക്ഷേ അവൻ്റെ ഈൽഡ് സ്ട്രെസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും, സ്ട്രെയിൻ കുറവായിരിക്കും. ഓക്കെ, ഇനി റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡീഫോർമേഷനേ ഉണ്ടാകത്തില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഡീഫോർമേഷനേ ഉണ്ടാവാത്ത ബോഡിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് കപ്പ് കോൺ ഫ്രാക്ചർ. അപ്പം നമ്മൾ പറഞ്ഞു മെറ്റീരിയലിന് നെക്കിങ് ഉണ്ടായിട്ടാണ് ഫ്രാക്ചർ ആവുന്നതെന്ന് പറഞ്ഞല്ലേ. ആ ഫ്രാക്ചർ എന്ന് പറയുന്ന പേരാണ് കപ്പ് കോൺ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എ കപ്പ് ആൻഡ് കോൺ ഫ്രാക്ചർ ഇസ് എ ടൈപ്പ് ഓഫ് ഫെയിലിയർ ഒബ്സർവ്ഡ് ഇൻ ഡക്റ്റൈൽ മെറ്റീരിയൽ. നമ്മുടെ സ്റ്റീൽ പോലുള്ള ഡക്റ്റൈൽ മെറ്റീരിയൽസിൽ നമ്മുടെ ഫെയിലിയർ സർഫസ് എടുത്ത് നോക്കിയാൽ മതി. ഒരു കപ്പ് ആൻഡ് കോൺ രീതിയിലായിരിക്കും ഇരിക്കുക. അതിനാണ് കപ്പ് കോൺ ഫെയിലിയറിന് അല്ലെങ്കിൽ കപ്പ് കോൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഈ പേര് ചോദിക്കാം കേട്ടോ, അതെങ്ങനെ അതെടുത്ത് പറയുന്നത്. Okay, and plastics that are subjected to uniaxial force apply ചെയ്യുമ്പോഴത്തേന് ഇവൻ ഉണ്ടാകുന്ന ഈ ഫെയിലിയർ, ഈ കപ്പ് ആൻഡ് കോൺ ഫെയിലിയറിനാണ് കപ്പ് കോൺ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുണ്ടെങ്കിൽ ഈ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് ആ ഫെയിലിയർ പ്ലെയിൻ്റെ ആംഗിൾ അറൗണ്ട് 45 degrees ആയിരിക്കും. ഈ ആംഗിളും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഹുക്സ് ലോ ആണ്. ഓക്കെ, ഹുക്സ് ലോ എന്ന് പറയുന്നത് എന്താ? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന. അപ്പോൾ ഈ ഒരു ഐസോട്രോപിക് മെറ്റീരിയലിനാണ് ഹുക്സ് ലോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, when a material behaves elastically and exhibits a linear relationship between stress and strain within limit of proportionality, it is called linearly elastic. For such a material, stress is directly proportional to strain. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഒന്നുമില്ല, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് അതിലെ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ആ പ്രൊപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് ഇടും. ആ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഐസോട്രോപിക് മെറ്റീരിയൽ എന്നുള്ള ഓർക്ക്, ഐസോട്രോപിക് നമ്മൾ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ എവറി ഡയറക്ഷൻ അറ്റ് എ പോയിന്റ്. അപ്പം എല്ലാ പോയിന്റിലും എല്ലാ ഡയറക്ഷനിലും മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് സെയിം ആയിട്ടുള്ള മെറ്റീരിയൽസിനാണ് എന്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഹുക്സ് ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഐസോട്രോപിക് മെറ്റീരിയൽ എന്നുള്ളതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിത്തിൻ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് ഏത് ലോ ആണെന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം സ്ട്രക്ചറൽ സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി നമ്മൾ പറഞ്ഞു. എന്താണ്? 2 × 10⁵ Nm² എന്ന് പറയാം. അല്ലെങ്കിൽ 2.1 എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ 210 GPa എന്നും പറയാം. അലൂമിനിയത്തിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി അറൌണ്ട് 73 GPa ആണ്. അലൂമിനിയത്തിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് അറൌണ്ട് 1/3 ഓഫ് സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ്. ഓക്കെ, അപ്പം അതൊന്നും ഓർത്തോണം, ചിലപ്പോൾ അത് വേണേൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അടുത്തത് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ? ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ അല്ലേ സ്ട്രെസ്. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിൻ നമ്മളെ റിലേഷൻ എന്താ? നമ്മൾ പറഞ്ഞേ സ്ട്രെസ് എന്ന് പറയുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഇൻറ്റു സ്ട്രെയിൻ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ സ്ട്രെസ് P/A എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഇൻറ്റു സ്ട്രെയിൻ, അതായത് ΔL ഡിവൈഡഡ് ബൈ L ആണെങ്കിൽ എനിക്ക് ΔL അതായത് ഡീഫോർമേഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? PL ഡിവൈഡഡ് ബൈ A എന്ന് കണ്ടുപിടിച്ചാൽ ഇതിനെ അറേഞ്ച് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ PL ഡിവൈഡഡ് ബൈ Aയിൽ ഒരു AE/L എന്നൊരു ടേം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ AE/Lനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിഫ്നെസിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്ത് വരും? സ്റ്റിഫ്നെസിന്റെ റെസിപ്രോക്കൽ ആണ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ എന്ത് വരും? ഫ്ലെക്സിബിലിറ്റി എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ സ്റ്റിഫ്നെസ്, അതായത് 1 ഡിവൈഡഡ് ബൈ EA ഡിവൈഡഡ് ബൈ L അല്ലെ L/EA എന്ന് വരും. ഓക്കെ, ഇതിൽ വരുന്ന ഈ EA എന്നുള്ള ടേമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സിയൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലം വരുന്ന ഏരിയ ആണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്താണ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്.
ഓക്കെ. അപ്പോൾ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് അത് കേട്ടില്ലേ, അതൊക്കെയാണ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. അപ്പോൾ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആർ ദോസ് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ദ ഡീഫോർമേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ ഗിവൺ സ്ട്രെസ് സിസ്റ്റം ആക്ടിംഗ് ഓൺ എ മെറ്റീരിയൽ. അപ്പോൾ ഈ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ് എത്ര ഡീഫോർമേഷൻ ഉണ്ടാകുന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. അപ്പോൾ ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് നമ്മൾ പഠിച്ചത് അല്ലേ, റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു നോർമൽ സ്ട്രെയിൻ അല്ലെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരുന്ന രണ്ട് കാര്യങ്ങളാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. ഇതിനെ സി എന്നും ജി എന്നും എൻ എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താ, നമ്മൾ നോർമൽ സ്ട്രെസ് പറഞ്ഞതുപോലെ നമ്മുടെ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ് എന്ത്, മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. ഇനി മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓഫ് സ്റ്റീലിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വാല്യൂ അറൌണ്ട് 78 ഗിഗാപാസ്കലിനും 80 ഗിഗാപാസ്കലിനും ഇടയിലായിരിക്കും ഇവന്റെ വാല്യൂ വരിക. അപ്പൊ നമ്മൾ വാല്യൂസ് നോക്കുക, ഓപ്ഷനിൽ തന്നിട്ടുള്ളത്, എന്നിട്ട് ഈ വാല്യൂവിന് ഇടയിലുള്ള ഒരു വാല്യൂ എടുക്കുക. ഓക്കെ, ഇനി അടുത്താണ് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറയുമ്പോൾ എന്താ, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് നമ്മുടെ നോർമൽ സ്ട്രെസ്, റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു അതിന്റെ കറസ്പോണ്ടിങ് വോളിമെട്രിക് സ്ട്രെയിൻ, അതായത് വോളിമെട്രിക് സ്ട്രെയിൻ അറിയാലോ, ഡെൽറ്റ വി ബൈ ബി, അതിനാണ് എന്ത് പറയുന്നത്, ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ബൾക്ക് മോഡുലസിനെ നമ്മൾ പൊതുവെ കെ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് പോയിസൺസ് റേഷ്യോ. ഓക്കെ, പോയിസൺസ് റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ പോയിസൺസ് റേഷ്യോ നമ്മൾ പറഞ്ഞൊരു മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം ഇങ്ങനെ ഇരുന്നൊരു സിലിണ്ടറിക്കൽ ബാർ, ഇതിനെ നമ്മൾ എക്സ്റ്റെൻഷൻ, നമ്മളൊരു ടെൻസൈൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുക. ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഇവന് എക്സ്റ്റൻഷൻ ഉണ്ട് അല്ലേ, അപ്പോൾ ലാറ്ററൽ ഡയമെൻഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു, ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഡെൽറ്റ ഡി ബൈ ഡി. ആ ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് എന്ത് പറയുന്നത്, പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഡെൽറ്റ ഡി ബൈ ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഇതാണ് എന്ത്, ഒരു സിലിണ്ടറിനാണ് ഇവര്. ഇപ്പം നമ്മളിപ്പോൾ ഒരു റെക്ടാങ്കുലർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ സെക്ഷൻ ഒക്കെ ആണെങ്കിലോ, ഇപ്പം ഡെൽറ്റ ബി ബൈ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ, ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ ഡെൽറ്റ തിക്നെസ് ഡിവൈഡഡ് ബൈ തിക്നെസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ, ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇതിനാണ് എന്ത് നമ്മൾ പറയുക, പോയിസൺസ് റേഷ്യോ മ്യൂ എന്ന് പറയുക. ഇതിന് നമ്മൾ 1/m എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ പോയിസൺസ് റേഷ്യോയുടെ വാല്യൂ 0 to 0.5 ഇടയിലായിരിക്കും വേരി ചെയ്യുക. പോയിസൺസ് റേഷ്യോ കോർക്ക് എന്ന് പറയുന്ന മെറ്റീരിയലിന് 0 ആയിരിക്കും, കോൺക്രീറ്റിന് അറൌണ്ട് 0.1 ആണ്. ഓക്കെ, ഇനി റബ്ബറിന്റെ പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് വാല്യൂ ഓഫ് പോയിസൺസ് റേഷ്യോ, അത് 0.5 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി മെറ്റൽസിന്റെ പോയിസൺസ് റേഷ്യോ ഒരു 0.25നും 0.33ക്കും ഇടയിലായിരിക്കും വരിക. ഓക്കെ, അപ്പം പോയിസൺസ് റേഷ്യോയുടെ ഇക്വേഷൻ എന്താ, ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ അത് ഓർക്കാലോ. ഓക്കെ, ഇനി ഒരു തവണ വന്ന ക്വസ്റ്റ്യനാണ് ട്രാൻസ്വേഴ്സ് കൺട്രാക്ഷൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്പാൻഷൻ. ഒരു തവണ വന്ന ക്വസ്റ്റ്യനാണ്. ട്രാൻസ്വേഴ്സ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ലാറ്ററൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ, പോയിസൺസ് റേഷ്യോയുടെ വാല്യൂ നെഗറ്റീവായിട്ടും വരാം കേട്ടോ. എന്തുകൊണ്ടാണ്, കൺട്രാക്ഷൻ നെഗറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെറ്റീരിയൽ പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്ത് പോകുന്നതിനാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ സ്ട്രെയിൻ ഇല്ലേ, ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ ഇൻറ്റു 100 ആയിരിക്കും. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 100 ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുപോലെ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ സ്റ്റീൽസിനും എല്ലാ ഗ്രേഡ് സ്റ്റീൽ, നമ്മളിപ്പം FI 250 അല്ലെങ്കിൽ FI 415, FI 500 ഇങ്ങനെ എല്ലാ ഗ്രേഡ് സ്റ്റീൽ എടുത്താലും അവർക്കെല്ലാം സെയിം യങ്സ് മോഡുലസ് ആയിരിക്കും. പക്ഷെ അവരുടെ ഈൽഡ് സ്ട്രെസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതല്ല ഈൽഡ് സ്ട്രെസ്, FI ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ അവൻ്റെ യങ്സ് മോഡുലസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ഇനി മോഡുലാർ റേഷ്യോ നിങ്ങൾ RCC പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വരുന്നതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ മോഡുലാർ റേഷ്യോ അല്ലേ. മോഡുലാർ റേഷ്യോ ഓഫ് 2 മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ദെയർ യങ്സ് മോഡുലസ് വാല്യൂസ്. അവരുടെ യങ്സ് മോഡുലസ് വാല്യൂവിൻ്റെ റേഷ്യോനാണ് മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി 1 മെഗാപാസ്കൽ എത്ര എന്ന് ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 1 മെഗാപാസ്കൽ എന്ന് പറയുമ്പോൾ എത്ര വരും, പാസ്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. മെഗാ എന്ന് പറഞ്ഞാൽ 10⁶ അല്ലേ. അപ്പം 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതിനെ ഞാൻ 10⁻³ ആകുമ്പോൾ പിന്നെ ഒരു 10⁻³ ഇല്ല, അതിനെ കിലോ എന്ന് റെപ്രസെന്റ് ചെയ്യാം. 10⁻³ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നും റെപ്രസെന്റ് ചെയ്യാം. അടുത്തൊരു ടൈമാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ, അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സേഫ് സ്ട്രെസ് ആണ്. ഇത് നിങ്ങൾ RCCയിൽ പഠിക്കുന്നുണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ, നമ്മൾ അൾട്ടിമേറ്റ് ഒരു പോയിന്റ് കണ്ടില്ലേ, അതേ ഡിവൈഡഡ് ബൈ സേഫ് സ്ട്രെസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു തവണ വന്ന ക്വസ്റ്റ്യനാണ്, when two equal and opposite forces applied to a body
ഇറ്റ് ടെൻസ് ടു ഇലോങ്ങേറ്റ് ഇറ്റ്. നമ്മൾ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഒരു ബോഡിയിൽ കൊടുത്തു, അത് ഇലോങ്ങേഷൻ ഉണ്ടായി. ആ സ്ട്രെസ്സിന് എന്തായിരിക്കും പറയുന്നത്? ടെൻസൈൽ സ്ട്രെസ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ അത്രയും ക്ലിയർ ആയി. ഇനി അടുത്തൊരാണ് എൻഡ്യൂറൻസ് ലിമിറ്റ്. 2 തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ എൻഡ്യൂറൻസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്റ്റീലിനൊക്കെ എന്താ ഡെഫിനിഷൻ വായിച്ചിട്ട് പറയാം. ഫോർ സ്റ്റീൽ, ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെസ് ഈസ് റെഡ്യൂസ്ഡ് ടു എ പർട്ടിക്കുലർ വാല്യൂ, ഇറ്റ് ക്യാൻ അണ്ടർഗോ ആൻ ഇൻഫിനിറ്റ്ലി ലാർജ് നമ്പർ ഓഫ് സൈക്കിൾസ് വിത്തൗട്ട് ഫറ്റീഗ് ഫെയിലിയർ. ആർ കറസ്പോണ്ടിങ് സ്ട്രെസ് ഈസ് നോൺ ആസ് എൻഡ്യൂറൻസ് ലിമിറ്റ്. അതായത് ഒരു സ്ട്രെസ് വാല്യൂവിൻ്റെ ബിലോ ആയിട്ട്, അതായത് ഒരു സ്ട്രെസ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുക, ആ സ്ട്രെസ് വാല്യൂവിന് താഴെ മെറ്റീരിയൽ ഒരിക്കലും ഫെയിൽ ചെയ്യത്തില്ല. റിവേഴ്സ് സൈക്കിൾസ് ഓഫ് ലോഡിംഗ് ഉണ്ടായാലും മെറ്റീരിയൽ ഫെയിൽ ചെയ്യത്തില്ല. ആ ലിമിറ്റിനാണ് എന്ത് പറയുന്നത്? എൻഡ്യൂറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോണം, ദ സ്ട്രെസ് ബിലോ വിച്ച് മെറ്റീരിയൽ ഹാസ് എ ഹൈ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഫെയിലിംഗ്. അതിനടിയിൽ ഫെയിൽ ചെയ്യൂല, അങ്ങനെയുള്ള പ്രോബബിലിറ്റി, ആ പോയിന്റിനടിയിൽ ഫെയിൽ ചെയ്യൂല എന്നൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ലിമിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സൽ ഓഫ് സ്ട്രെസ് ഉണ്ടായാലും ഫെയിൽ ആവത്തില്ല. ആ ഒരു ലിമിറ്റിനാണ് നമ്മൾ എൻഡ്യൂറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. The stress, if the magnitude of stress is reduced to a particular value, it can undergo an infinitely large number of cycles. എത്ര സൈക്കിൾ ഓഫ് ലോഡ് അപ്ലൈ ചെയ്താലും എന്താ അത് ഫെയിൽ ആകത്തില്ല, ഫറ്റീഗ് ഫെയിലിയർ ഒന്നും ആവത്തില്ല. ആ കറസ്പോണ്ടിങ് ലിമിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡ്യൂറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഫറ്റീഗ് ഫെയിലിയർ ഒന്നും ആവത്തില്ല, ആ ലിമിറ്റിനാണ് എന്ത് പറയുന്നത്? എൻഡ്യൂറൻസ് ലിമിറ്റ്. ഈ രണ്ട് ഡെഫിനിഷനും ചോദിച്ചിട്ട് എന്താണ് ഈ പേരെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻഡ്യൂറൻസ് ലിമിറ്റ് ഓർത്തോണേ. ഇനി അടുത്തത് നമുക്ക് നമ്പർ ഓഫ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, അതായത് ഈ ഒരു ലീനിയർലി ഇലാസ്റ്റിക് ഐസോട്രോപിക് ആൻഡ് ഹോമോജീനിയസ് മെറ്റീരിയലിന് എത്ര ഇൻഡിപെൻഡൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 2 ആണ്. ആ ഇൻഡിപെൻഡൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ പോയിസൺസ് റേഷ്യോനാണ്. എന്തുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും ഇൻഡിപെൻഡൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്? ഇവരുടെ രണ്ടുപേരുടെയും വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് മോഡുലസ് ഓഫ് റിജിഡിറ്റിയും ബൾക്ക് മോഡുലസും കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? MOSൽ E = 2g × 1 + nu എന്ന് പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ എന്താ E = 3k × 1 - 2nu, രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് k കണ്ടുപിടിക്കണമെങ്കിൽ eയും ന്യൂവും മതി. ഇതിവിടെ നമുക്ക് g കണ്ടുപിടിക്കണമെങ്കിൽ e ന്യൂവും മതി. അതായത് ഈ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്. അത് ഏതൊക്കെയാണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, പോയിസൺസ് റേഷ്യോ ആണ്. ഓക്കെ, ഇനി അടുത്തത് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു കറസ്പോണ്ടിങ് സ്ട്രെയിൻ. അതായത് എന്താ ഈ നമ്മൾ ഒരു റേഷ്യോ ഓഫ് സ്ട്രെസ് ടു കറസ്പോണ്ടിങ് സ്ട്രെയിൻ എടുക്കുമ്പോൾ എന്തൊക്കെ കോൺസ്റ്റൻസ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിനകത്ത് എല്ലാ ഓപ്ഷനും ഉണ്ടായിരുന്നു. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റിയും ബൾക്ക് മോഡുലസും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് സ്ട്രെയിൻ ആർ കോൺസ്റ്റന്റ്. ഓക്കെ, ഏതായത് നമ്മൾ റേഷ്യോ എടുക്കുകയാണെങ്കിൽ വിത്തിൻ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റിൽ ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, വിത്തിൻ പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്നോട് ആഡ് ചെയ്യണേ. Within proportionality limit, the ratio of stress to corresponding strain എന്താണ്? എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കോൺസ്റ്റന്റ് ആണ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി കോൺസ്റ്റന്റ് ആണ്, ബൾക്ക് മോഡുലസും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് when a bar is of cross sectional area A. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബാർ അവൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A ആണ്. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ ലോഡിംഗ് P. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു ആക്സിയൽ ലോഡിംഗ് P ആക്ട് ചെയ്യുകയാണ്. ദ സ്ട്രെസ് ഈസ് ഗിവൺ ബൈ P/A. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടാകുന്ന സ്ട്രെസ് P/A ആയിരിക്കും. എല്ലാ സെക്ഷനിലും അത് P/A ആയിരിക്കും എക്സെപ്റ്റ് അറ്റ് എൻഡ്സ്. അതായത് ഈ സ്ട്രെസ് ഇവിടെ ആക്ട് ചെയ്യുന്ന കാരണം ഈ ഒരു എൻഡിൽ അത് P/A ആയിരിക്കത്തില്ല, കുറച്ച് വേരി ചെയ്തിരിക്കും. പിന്നെ അത് അങ്ങോട്ട് പോകുമ്പോൾ ഫുൾ അത് P/A ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻഡെപ്ത് ഒന്നും നമുക്കത് എത്രയൊന്നും പഠിക്കണ്ട. ഇത് ജസ്റ്റ് ഓർത്താൽ മതി. എൻഡിൽ ഒഴികെ ബാക്കി എല്ലാ സെക്ഷനിലും എന്തായിരിക്കും? സ്ട്രെസ് P/A ആയിരിക്കും. ഇനി ഈ ഒരു സ്ട്രെസ് ഇത് സെൻട്രോയിഡിലല്ല ആക്ട് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ഈ ഫോഴ്സ് സെൻട്രോയിഡിലല്ല, കുറച്ച് എക്സെൻട്രിസിറ്റി മാറിയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് എന്തുണ്ടാക്കും? ബെൻഡിങ് ഉണ്ടാക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പോർഷൻ വലിയ എളുപ്പമുള്ളൊരു പോർഷനാണ്. ഇവിടെ നിന്ന് ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് അടുത്ത MCQ നോക്കാം. താങ്ക് യു.